വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ തന്നെ ഇന്ന് മുതൽ കുറച്ചുകൂടി വലിയ വലിയ സെന്റൻസുകൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒരുപാട് അർത്ഥങ്ങൾ പഠിച്ചു, സെന്റൻസുകൾ സംസാരിക്കാൻ പഠിച്ചു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി വരുന്ന കുറച്ചുകൂടി വലിയ സെന്റൻസുകളാണ്, അതിനെ കുറച്ചുകൂടി സ്പീഡിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാൻ എക്സാമ്പിൾസിൽ പറഞ്ഞുതരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ശരി, ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ സംസാരിക്കാൻ പറ്റുന്ന കുറേ സെന്റൻസുകൾ, ഏതൊരു സിറ്റുവേഷൻ അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരുപാടൊന്നും ഒരു 5-6 സെന്റൻസുകളേ ഉള്ളൂ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം. മനസ്സിലായോ? നമ്മളിപ്പോൾ ഒരു തുണിക്കട ചെന്നു, എന്നിട്ട് നമ്മൾ പറയണേ, ചേട്ടാ ഇത്ര വില കൂടി ഇത് വേണ്ട, ഇതിനും വില കുറഞ്ഞത് മതി. മനസ്സിലായോ? അപ്പൊ ആ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാ? എങ്ങനെയാണ്? इससे भी सस्ता वाला दिखाओ, इतना महंगा नहीं चाहिए എന്ന് പറഞ്ഞ इससे भी എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും സസ്ത വാല, കുറഞ്ഞ വിലയിലുള്ളത്, ദിക്കാവോ കാണിച്ചു തരും. ഓക്കെ, ഇത്തന മെഹങ്ക നഹി ചാഹിയെ. ഇത്തന മെഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടിയത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അർത്ഥം അല്ലേ? അപ്പൊ ഇത്ര വില കൂടിയത് വേണ്ട. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിന് സ്പീഡ് പറഞ്ഞ് പഠിക്കുന്നത്? इससे भी सस्ता वाला दिखाओ, इतना महंगा नहीं चाहिए. भैया इससे भी सस्ता वाला दिखाओ, इतना महंगा नहीं चाहिए. മനസ്സിലായോ? ഇനി നിങ്ങൾ അങ്ങനെയാണ് ഈ ഒരു 5-6 സെന്റൻസ് ഉള്ളു, ഡെയിലി ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, അത് പിന്നത്തെ കാര്യമാണ്. മനസ്സിലായോ? പക്ഷെ ഡെയിലി നമ്മൾ ഇത്തിരി ലെങ്ത് ഉള്ള സെന്റൻസുകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നാവിൻ്റെ ഒരു എന്താ പറയുക, കെട്ടങ്ങടെ അഴിഞ്ഞു കിട്ടും. അതിനു വേണ്ടി മാത്രമാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണത്. മനസ്സിലായോ? ഇനി അടുത്ത സെന്റൻസ് നമ്മൾ പറയാണ്, ഇതെല്ലാം പഴയ മോഡലല്ലേ, കുറച്ച് പുതിയ മോഡൽസ് കാണിക്കും. അതെങ്ങനെ പറയാം? ഇതെല്ലാം പഴയ മോഡലല്ലേ, താങ്കൾ കുറച്ച് പുതിയ മോഡൽസ് കാണിക്കും. യേ സബ് പുരാന മോഡൽ ഹേനാ, പുരാന മോഡൽ ഹേനാ. അവിടെ നാ വന്നു. അത് നമ്മൾ സംസാര രീതിയിൽ കുറച്ച് ഫ്ലുവൻസി വരാനായിട്ട് ഇട്ട് കൊടുക്കുന്ന ചെറിയ ചെറിയ വാക്കുകളാണ് കേട്ടോ. അങ്ങനെ 1-2 വാക്കുകളുണ്ട്. അതിലൊന്നാണ് ഈ ന. ഐസ ഹെന ന. ആ നായിൽ കൊണ്ടുപോയിട്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് നമ്മൾ കേട്ടോ. യേ സബ് പുരാന മോഡൽ ഹെന, ഇതെല്ലാം അല്ലേ നല്ല ഒരു അർത്ഥത്തിലാണ് അത് വരുന്നത് കേട്ടോ. ഓക്കെ, അത് സംസാരത്തിന് മാത്രം വരുന്നൊരു വാക്കാണ്. യേ സബ് പുരാന മോഡൽ ഹെന, ആപ്തോടാ നയാ മോഡൽ ദിക്കാവോ, അല്ലെങ്കിൽ ആ കുച്ച് നയാ മോഡൽ ദിക്കാവോ, അല്ലെങ്കിൽ ജറാസ നയാ മോഡൽ ദിക്കാവോ. നമുക്ക് എന്താണ് ആക്ട് ചെയ്യണേ അത് പറയാം. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് സ്പീഡിൽ പറയാം. യേ സബ് പുരാന മോഡൽ ഹേനാ, ആപ് ജറാ നയാ മോഡൽ ദിക്കാവോ. മനസ്സിലാവുന്നുണ്ടോ? ശരി, ഇനി അടുത്ത സെന്റൻസ്. ഇനി നമുക്കൊരു ഡ്രസ്സ് ഇഷ്ടമായി, ഒരു കളർ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് ഇഷ്ടമായി. നമ്മൾ പറയാം, ഹാ ഇത് മതി, ഇതെനിക്ക് ഈ കളർ എനിക്ക് നന്നായിട്ട് ചേരും. എങ്ങനെയാ പറയാ? ഹാ യേ ബസ്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു അർത്ഥം കേട്ടോ. ബസ് ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ബസ് മതി. മനസ്സിലാവുന്നുണ്ടോ? യേ ബസ്, ആ ഇത് മതി. യേ കളർ യേ രംഗ് മുझ पर अच्छा लगेगा, ഈ കളറ് എനിക്ക് നന്നായി ചേരും. മനസ്സിലായോ? ശരി, അടുത്ത തന്നെ നമ്മൾ ചോദിക്കണേ ഒരു സെന്റൻസ്, കുട്ടികൾക്കുള്ള ഡ്രസ്സ് എവിടെയാ? നമ്മൾ ചോദിക്കില്ലേ സെക്ഷനായിട്ട് ചോദിക്കുമ്പോൾ, കുട്ടികൾക്കുള്ള ഡ്രസ്സ് എവിടെയാ? ബച്ചോ കെ കപ്പടെ കഹാ ഹെ. ബച്ചോ കെ കുട്ടികൾ, ബച്ചോ കെ കപ്പടെ കഹാ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഡ്രസ്സ് എവിടെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയണ, ഓ ഇത് എൻ്റെ സൈസ് അല്ല, ഇതിലും ചെറിയ സൈസ് കാണിക്കും. ഇതെൻ്റെ സൈസ് അല്ല, ഇതിലും ചെറിയ സൈസ് കാണിക്കും. എങ്ങനെയാ പറയാ? യേ മേരാ സൈസ് കി നെയ് ഹേ, ഇത് എൻ്റെ സൈസ് അല്ല. യേ മേരാ സൈസ് കി നെയ് ഹേ. ഇസ്സേ ഭി ചോട്ടാ സൈസ് ദിക്കാവോ, ഇസ്സേ छोटा സൈസ് ദിക്കാവോ, അല്ലെങ്കിൽ ഇസ്സേ ബഡാ സൈസ് ദിക്കാവോ, വലിയ സൈസ്. ചോട്ട ചെറുത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എങ്ങനെ പറയാ? യേ മേരാ സൈസ് കി നെയ് ഹേ, ഇസ്സേ ചോട്ടാ സൈസ് ദിക്കാവോ. ഓക്കെ, ശരി. ഇനി 6th സെന്റൻസ്, ലാസ്റ്റ് സെന്റൻസ് ആട്ടോ. നമ്മളൊരു കടയിൽ എന്താ പറയാ, ചെറിയ കടകളിലൊക്കെ, വലിയ കടകളിലൊന്നുമല്ല, ചെറിയ കടകളൊക്കെ നമ്മൾ പറയില്ലേ, ഭയ്യ ബില്ലിടുന്ന സമയത്ത് പറയില്ലേ, ഒന്ന് കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് ബില്ലിട്ടോ എന്ന് പറയില്ലേ, അതിനെങ്ങനെയാ പറയണേ? കം കർക്കെ ബിൽ ബനാവോ. വേറെ ഒന്നുമില്ല, കം കർക്കെ ബിൽ ബനാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കം കർക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം കേട്ടോ, പൈസ കുറച്ച്. കം കർക്കെ. ഓക്കെ, കം കർക്കെ
बिल बनाओ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ കുറച്ച് സെന്റൻസുകൾ, 6 സെന്റൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഈ സെന്റൻസുകൾ നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കാനിരിക്കുന്നവർ, നമ്മൾ ഫോളോ ചെയ്യുന്നവർ എന്തായാലും ഇന്ന് തന്നെ ഇതിങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുകയോ അതൊന്നും നമ്മൾ ഇപ്പം ചിന്തിക്കേണ്ട. നമ്മളിതിനെ പ്രാക്ടീസ് ചെയ്യുക, കുറച്ച് സ്പീഡ് കൂട്ടുക. എന്താ പറയുക, ഇനി ഇവിടുന്ന് പകുതിയോളം ക്ലാസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് മുഴുവനും നമ്മൾ ഇതുപോലെ പ്രാക്ടീസിങ് ആണ്. കുറേ അർത്ഥങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മുടെ മൈൻഡിൽ ഒരുപാട് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാക്ടീസ് ചെയ്യുക. എന്ത് കാര്യം പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.